നാം സാധാരണ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, നമുക്ക് എന്തുകൊണ്ട് അവിടെ പോയിക്കൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്കവിടെ അത് പാടില്ല, ഇല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അത് വായിച്ചുകൂടാ എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അഭിപ്രായപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ പരിഗണനയ്ക്ക് വേണ്ടി നമുക്ക് വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രേസ് യൂസ് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് അവനോട് പോകാൻ പറഞ്ഞൂടാ, വൈ നോട്ട് tell him to go away. Why not tell him to go away? Tell him എന്ന് പറയുമ്പോൾ അവനോട് പറയുക എന്നാണ്. ഓക്കെ, ടു ഗോ അവേ പോകാൻ, അവനോട് പോകാൻ എന്തുകൊണ്ട് പറഞ്ഞൂടാ. വൈ നോട്ട് ടെൽ ഹിം ടു ഗോ അവേ. ഇപ്പം പറയാം, എന്തുകൊണ്ട് അടുത്ത തിങ്കളാഴ്ച നമുക്ക് പോയിക്കൂടാ. വൈ നോട്ട് ഗോ നെക്സ്റ്റ് മൺഡേ. എന്തുകൊണ്ട് ആ പുസ്തകം പഠിച്ചുകൂടാ. വൈ നോട്ട് സ്റ്റഡി ദാറ്റ് ടെക്സ്റ്റ്. വൈ നോട്ട് സ്റ്റഡി ദാറ്റ് ടെക്സ്റ്റ്. അപ്പം എന്താണോ പ്രവൃത്തി അതിൻ്റെ കൂടെ വൈ നോട്ട് അങ്ങ് ആഡ് ചെയ്താൽ മതി. നിനക്കെന്തുകൊണ്ട് ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ. വൈ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് ബൈ യു. വൈ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. എന്തുകൊണ്ട് നിനക്ക് ഇംഗ്ലീഷ് സംസാരിച്ചുകൂടാ. എന്തുകൊണ്ട് കുറച്ചു നേരം നമുക്ക് സംസാരിച്ചുകൂടാ. വൈ നോട്ട് ടോക്ക് ഫോർ സം ടൈം. ഓക്കെ, ഇങ്ങനെ ഏതാണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം വൈ നോട്ട് ആഡ് ചെയ്താൽ നമുക്ക് മറ്റുള്ളവരുടെ പരിഗണനയ്ക്ക് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. നമുക്കിന്ന് പുറത്തു നിന്നും ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ ലെറ്റ്സ് വെച്ചിട്ടാണ്. ലെറ്റ്സ് ഈറ്റ് ഔട്ട് ദിസ് ഈവനിങ്. ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ പറയണം എന്തുകൊണ്ട് പാടില്ല. വൈ നോട്ട്. വൈ നോട്ട്. അപ്പം വൈ നോട്ട് എന്നത് എന്തുകൊണ്ട് പോയിക്കൂടാ, എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ, എന്തുകൊണ്ട് പാടില്ല എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് വൈ നോട്ട് ഉപയോഗിക്കാം. എന്തുകൊണ്ട് അത് എഴുതിക്കൂടാ. വൈ നോട്ട് റൈറ്റ് ദാറ്റ്. വൈ നോട്ട് റൈറ്റ് ദാറ്റ്. എന്തെളുപ്പത്തിലാണ് നമുക്കങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈ നോട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കോൺവെർസേഷനിൽ ഉപയോഗിക്കാം. എന്നാൽ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് വിഷമമാണ്. അപ്പോൾ ഇത് ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് അത് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റൂല, അവിടെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയാൻ, അതായത് ഒരു ഖേദമുണ്ട് എന്നർത്ഥത്തിൽ നമുക്കൊരു കാര്യം പറയാൻ വിഷമമുണ്ടില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് സങ്കടമുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഐ ആം അഫ്രെയ്ഡ് ഉപയോഗിക്കാം. ഇപ്പോൾ പറയാണ്, എനിക്ക് നിങ്ങളെ സഹായിക്കുവാൻ എനിക്കാവില്ല, ക്ഷമിക്കണം, എനിക്ക് നിങ്ങളെ സഹായിക്കുവാനാവില്ല എന്ന് പറയുമ്പോൾ ഐ കാൺട്ട് ഹെൽപ്പ് യു ആണ്. എന്നാൽ ക്ഷമിക്കണം അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയാത്തതിൽ ഖേദമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ ആം അഫ്രെയ്ഡ് ഐ കാൺട്ട് ഹെൽപ്പ് യു. ഐ ആം അഫ്രെയ്ഡ് ഐ കാൺട്ട് ഹെൽപ്പ് യു. ക്ഷമിക്കണം, ഒരു അപകടമുണ്ടായിട്ടുണ്ട്. ഐ ആം അഫ്രെയ്ഡ് ദാറ്റ് ദെയർ ഹാസ് ബീൻ ആൻ ആക്സിഡൻറ്റ്. ഐ ആം അഫ്രെയ്ഡ് ദാറ്റ് ദെയർ ഹാസ് ബീൻ ആൻ ആക്സിഡൻറ്റ്. അപ്പോൾ ക്ഷമിക്കണം, ഇവിടെ കാത്തിരിക്കണമെന്ന് എനിക്ക് പറയേണ്ടി വരും. ഐ ആം അഫ്രെയ്ഡ് ഐ വിൽ ഹാവ് ടു ആസ്ക് യു ടു വെയിറ്റ് ഹിയർ. അല്ലെങ്കിൽ നിങ്ങളിവിടെ കാത്തിരിക്കണം. ഐ ആം അഫ്രെയ്ഡ് യു വിൽ ഹാവ് ടു വെയിറ്റ് ഹിയർ. ഓക്കെ, അപ്പോൾ അതായത് ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് നമുക്ക് ഖേദമുണ്ട്, അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട് എന്ന് പറയാനായാം അഫ്രെയ്ഡ് ഉപയോഗിക്കാം. അപ്പോൾ നോക്കൂ, ക്ഷമിക്കണം, നിങ്ങളെ സഹായിക്കാൻ എനിക്കാവില്ല. ഐ ആം അഫ്രെയ്ഡ് ഐ കാൺട്ട് ഹെൽപ്പ് യു. ക്ഷമിക്കണം, ഒരു അപകടമുണ്ടായിട്ടുണ്ട്. ഐ ആം അഫ്രെയ്ഡ് ദാറ്റ് ദെർ ഹാസ് ബീൻ ആൻ ആക്സിഡൻറ്റ്. ക്ഷമിക്കണം, ഇവിടെ കാത്തിരിക്കണമെന്ന് എനിക്ക് പറയേണ്ടി വരും. ഐ ആം അഫ്രെയ്ഡ് ഐ വിൽ ഹാവ് ടു ആസ്ക് യു ടു വെയിറ്റ് ഹിയർ. എന്നാൽ നിങ്ങളുടെ മകന് സുഖമില്ല, അത് പറയുന്നതിന് ഖേദമുണ്ട്, അല്ലെങ്കിൽ ക്ഷമിക്കണം, നിങ്ങളുടെ മകന് നല്ല സുഖമില്ല. ഐ ആം അഫ്രെയ്ഡ് യുവർ സൺ ഈസ് വെരി ഇൽ. ഐ ആം അഫ്രെയ്ഡ് യുവർ സൺ ഈസ് വെരി ഇൽ. എന്നാൽ ക്ഷമിക്കണം, ഞങ്ങൾക്ക് വരാൻ സാധിക്കില്ല എന്നാണെങ്കിലോ ഐ ആം അഫ്രെയ്ഡ് വി കാൺട്ട് കം. ഐ ആം അഫ്രെയ്ഡ് വി കാൺട്ട് കം. ക്ഷമിക്കണം, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഐ ആം അഫ്രെയ്ഡ് ദാറ്റ് യു ആർ മിസ്റ്റേക്കൺ. അപ്പോൾ നോക്കൂ, കുറേ എക്സാമ്പിൾസ് ഞാൻ പറയുന്നത് അത് മനസ്സിലാക്കി നിങ്ങൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ഷമിക്കണം, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഐ ആം അഫ്രെയ്ഡ് ദാറ്റ് യു ആർ മിസ്റ്റേക്കൺ. ഓക്കെ, ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഇനി ജോലി പൂർത്തിയാക്കുവാൻ സാധിക്കില്ല. ഐ എം അഫ്രെയ്ഡ് വി കാൺട്ട് ഫിനിഷ് ദ വർക്ക് ടുഡേ. ഐ എം അഫ്രെയ്ഡ് വി കാൺട്ട് ഫിനിഷ് ദ വർക്ക് ടുഡേ. ക്ഷമിക്കണം, നിങ്ങൾ താമസിച്ചു പോയി.
I am afraid you are too late. Okay, I am afraid you are too late. അപ്പോൾ ക്ഷമിക്കണം, നിങ്ങളുടെ മകന് സുഖമില്ല എന്നാണെങ്കിൽ I am afraid your son is very ill. ക്ഷമിക്കണം, ഞങ്ങൾക്ക് വരുവാൻ സാധിക്കില്ല. I am afraid we can't come. ക്ഷമിക്കണം, നിങ്ങൾക്ക് തെറ്റിപ്പോയി. I am afraid that you are mistaken. ക്ഷമിക്കണം, ഞങ്ങൾക്കിന്ന് ഈ ജോലി പൂർത്തിയാക്കാൻ സാധിക്കില്ല. I am afraid we can't finish the work today. ക്ഷമിക്കണം, നിങ്ങൾ താമസിച്ചു പോയി. I am afraid you are too late. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ ഉൾപ്പെടുത്തി നമുക്ക് ഇംഗ്ലീഷ് വളരെ പെട്ടെന്ന് സംസാരിക്കുവാനുള്ള ക്ലാസ്സുകളുമായിട്ടാണ് എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉള്ളത്. അപ്പോൾ ആ ക്ലാസ്സിൽ കോണ്ടാക്ട് ചെയ്യേണ്ടവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഒപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ എൻ്റെ ക്ലാസ്സിന് വളരെ അത്യാവശ്യമായിരിക്കും, അത് മറക്കാതിരിക്കും. ഒപ്പം തന്നെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന എക്സർസൈസ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ എളുപ്പത്തിൽ അത് പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് മറക്കാതിരിക്കുക. ഇതിൻ്റെ എക്സർസൈസുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനകത്ത് ഈ എക്സർസൈസിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്ഷമിക്കണം, നിൻ്റെ ബുക്ക് ഞാൻ മറന്നുപോയി. ക്ഷമിക്കണം, നിൻ്റെ ബുക്ക് ഞാൻ മറന്നുപോയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്ഷമിക്കണം, നിങ്ങൾ താമസിച്ചു പോയി. ക്ഷമിക്കണം, നിങ്ങൾ താമസിച്ചു പോയി. തേർഡ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് നിനക്ക് വന്നുകൂടാ. എന്തുകൊണ്ട് നിനക്ക് വന്നുകൂടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് നിനക്ക് പറഞ്ഞുകൂടാ. എന്തുകൊണ്ട് നിനക്ക് പറഞ്ഞുകൂടാ. അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് നിനക്ക് അവളെ വിളിച്ചുകൂടാ. എന്തുകൊണ്ട് നിനക്ക് അവളെ വിളിച്ചുകൂടാ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഇത് നമുക്കിപ്പോൾ ഉള്ളത് ഏതെങ്കിലും രണ്ട് കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. വൈ നോട്ട്, അതുപോലെ ഐ ആം അഫ്രൈഡ്. വൈ നോട്ട് എന്ന് പറയുമ്പം എന്തെങ്കിലും അഭിപ്രായം പ്രകടിപ്പിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ പരിഗണനയ്ക്കായിട്ട് നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാം. അതുപോലെ എനിക്കിത് പറയുവാൻ ഖേദമുണ്ട് എന്നർത്ഥത്തിൽ ഐ ആം അഫ്രൈഡ് ഉപയോഗിക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം നിരസിക്കോ സുഖമല്ലാത്ത വാർത്തകൾ അറിയിക്കോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഈ ഒരു ഐ ആം അഫ്രൈഡ് യൂസ് ചെയ്യുന്നത്. ഇതുപയോഗിച്ച് ധാരാളം സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാം. ഒപ്പം തന്നെ നമുക്ക് ധാരാളം കോൺവെർസേഷനുകൾ, അതായത് ഇംഗ്ലീഷ് സംഭാഷണങ്ങളിൽ ധാരാളമായി ഉപയോഗിക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.